അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ +1 അക്കൗണ്ടൻസിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് നമ്മളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം മൂന്നാമത്തെ ചാപ്റ്ററാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അത് അക്കൗണ്ടൻസി കുറച്ചും കൂടി പഠിച്ചതിന് ശേഷം ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ എടുക്കുമ്പോൾ കുറേ ഡൗട്ടുകളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ അല്ല ഞാൻ എടുക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ. മൂന്നാമത്തെ ചാപ്റ്റർ പറയുന്നതാണ് ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ. അതിൽ ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്, എക്സ്ചേഞ്ചിങ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏതൊരു പ്രവൃത്തിയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാരൻ ചെയ്യുന്നുവോ അതിന് നമുക്ക് എന്ത് പറയാം? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? റെക്കോർഡ് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കണം. മനസ്സിലാവുന്നത്? ആ രേഖപ്പെടുത്തി വെക്കുന്ന പ്രോസസ്സിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. മനസ്സിലാവും? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അല്ലേ ബേസ് നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്, ചില റൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്റർ പറയുന്നതാണ് ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ. ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഒറിജിനും അതുപോലെ തന്നെ റെക്കോർഡിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. എന്താണ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ്. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എവിടെ നിന്നാണോ റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ ആ ഡോക്യുമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു. ആ നടന്ന ട്രാൻസാക്ഷൻ ഒരു തെളിവുണ്ടായിരിക്കണം അല്ലേ. ആ തെളിവ് നൽകുന്ന ഡോക്യുമെൻ്റ് എന്താണോ അത്തരം ഡോക്യുമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഏത് ഡോക്യുമെൻറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻ്റ് നോക്കിക്കൊണ്ടാണോ നമ്മൾ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിച്ചു. ഇപ്പോൾ ഒരു TV വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നത് അല്ലേ. TV വാങ്ങിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബില്ല് തരും അല്ലേ. ഇപ്പോൾ നമ്മളൊരു സോണിയുടെ TV പർച്ചേസ് ചെയ്തു അല്ലേ, ഒരു 50 ഇഞ്ച് അല്ലെങ്കിൽ അല്ലേ ആ ഒരു TV നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ 48,000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 48,000 രൂപയുടെ ബില്ല് നിങ്ങൾക്ക് തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോണിയുടെ TV നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നന്ദിലത്ത് ഏജൻസീസ് നിന്നായിരിക്കാം. അപ്പോൾ നന്ദിലത്തെ ഏജൻസീസിൽ നിന്ന് നമ്മൾ TV വാങ്ങിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ബില്ല്. അപ്പോൾ ഈ ബില്ല് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇന്ന ഡേറ്റിൽ ഇത്ര രൂപയ്ക്ക് സോണിയുടെ TV നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ബില്ല് കിട്ടും. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കിക്കൊണ്ടാണ് അല്ലേ ബിസിനസ്സുകാരൻ്റെ ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. സപ്പോസ് ബിസിനസ്സുകാരൻ ഗുഡ്സ് വാങ്ങിച്ചു. നമുക്കറിയാം ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുക ഇൻവോയ്സ് എന്നാണ് പറയുക. ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ് എന്ന് പറയാം നമ്മൾ. അപ്പോൾ നമ്മൾ ആരിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങിച്ചത്, ഏത് ഗുഡ്സാണ് വാങ്ങിച്ചത്, എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചു, അതിൻ്റെ റേറ്റ് എത്രയാണ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡീറ്റെയിൽസ് ആ ഇൻവോയ്സിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് വാങ്ങിച്ച ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ
ഏത് ഗുഡ്സാണ് വാങ്ങിച്ചത്, അല്ലേ, എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചു, അതിൻ്റെ റേറ്റ് എത്രയാണ്, നമുക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി, എത്രയാണ് നമ്മൾ നെറ്റ് എമൗണ്ട് കൊടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് ആ ഇൻവോയ്സിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സുകാരൻ ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലേ, ബിസിനസ്സുകാരന് എന്ത് കിട്ടിയിട്ടുണ്ടാവും, ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ ഇൻവോയ്സ് നോക്കിക്കൊണ്ടാണ് ആ സ്ഥാപനത്തിലെ, അല്ലേ, ക്ലർക്കുമാർ, സാധാരണ ആ സ്ഥാപനത്തിലെ ക്ലർക്കുമാരാണ് ഈ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ക്ലർക്സ് ഉണ്ടാവും, അവരാണ് ഈ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവോയ്സ് നോക്കിക്കൊണ്ടാണ്, അല്ലേ, അവർ ആ ട്രാൻസാക്ഷൻ എവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിലായി പറഞ്ഞത്? അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നതിൻ്റെ തെളിവാണ് സോഴ്സ് ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻറ്റിൽ നിന്നാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഏത് ഡോക്യുമെൻറ്റിൽ നിന്നാണോ ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളെ പറയുന്ന പേരാണ് എന്ത്, സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഡോക്യുമെൻറ്റുകൾക്ക് എക്സാമ്പിൾ നമുക്ക് പറയാം, അല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. ഇപ്പോൾ ബില്ലുകൾ, ബിൽസ്, അല്ലേ, അതുപോലെ തന്നെ ഇൻവോയ്സസ്, അല്ലേ, ഇൻവോയ്സസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ടാവും, സെയിൽസ് ഇൻവോയ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ഗുഡ്സ് വിറ്റു എന്ന് വിചാരിക്കാം. ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ വിറ്റതിന് തെളിവാണ് ഏത്, സെയിൽസ് ഇൻവോയ്സ് ഉണ്ടാവും, അല്ലേ, നമ്മൾ വിറ്റ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും അതിലുണ്ടാവും. ആ ഇൻവോയ്സ് നോക്കിക്കൊണ്ടാണ് നമ്മൾ സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ബിൽസ് ഉണ്ടാവും, ഇൻവോയ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് റെസിപ്റ്റ്. നമുക്ക് ക്യാഷ് കിട്ടി എന്നതിൻ്റെ തെളിവാണ് റെസിപ്റ്റ്. ഇപ്പോൾ ഒരാൾ പൈസ നമുക്ക് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്, റെസിപ്റ്റ് എഴുതി കൊടുക്കാറുണ്ട്, അല്ലേ. അപ്പം നിങ്ങൾ സ്കൂളിൽ ഫീസ് അടയ്ക്കുമ്പോൾ, അല്ലേ, സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തരും, റെസിപ്റ്റ് തരും. അപ്പം നമുക്ക് ഇന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആ റെസിപ്റ്റ്. ആ റെസിപ്റ്റ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ആ ട്രാൻസാക്ഷൻ, അല്ലേ, സ്കൂളിൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത്, കേട്ടോ. അപ്പോൾ ക്യാഷ് കിട്ടി എന്നതിൻ്റെ തെളിവാണ് റെസിപ്റ്റ്. ഇനി അതുപോലെ ക്യാഷ് നമ്മൾ കൊടുക്കുമ്പോഴും, അല്ലേ, ഒരു ഡോക്യുമെൻ്റ് എഴുതും. ആ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റ് നമ്മൾ വിളിക്കുക വൗച്ചർ എന്നാണ് പറയുക, വൗച്ചർ. അപ്പോൾ നമ്മളൊരാൾക്ക് ഇപ്പോൾ 5000 രൂപ കൊടുത്തു, അല്ലേ, ഒരാവശ്യത്തിന് നമ്മൾ 5000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തതിന് തെളിവാണ് എന്ത്, വൗച്ചർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, അല്ലേ, ഇന്ന പർപ്പസിന് 5000 രൂപ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് വാങ്ങിക്കും നമ്മൾ. മനസ്സിലായി പറഞ്ഞു, അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥാപനത്തിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും, ഇതുപോലെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടാവും, അല്ലേ. ആ ഡോക്യുമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെ പറയാം, ബിൽസ്, ഇൻവോയ്സസ്, റെസിപ്റ്റ്, വൗച്ചേഴ്സ്, എക്സെട്ര. ഇനി ഒരുപാടുണ്ട്, ക്യാഷ് മെമ്മോ, ചെക്ക്, ഇതൊക്കെ പെടുകയില്ല, കേട്ടോ. മനസ്സിലാവും? ഈ ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ, കേട്ടില്ലേ? അപ്പോൾ ഇത് നമുക്കറിയണം എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് അക്കൗണ്ട്. എന്താണ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമെന്ന് പറയും. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് അക്കൗണ്ടിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിലാണ് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ എന്താണ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, അക്കൗണ്ടിനെ നമുക്ക് ഇങ്ങനെ പറയാം, സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്, അല്ലേ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള, സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ലഘൂകരിക്കുക എന്നർത്ഥം. നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റാന്നർത്ഥം, അല്ലേ. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റണം. അതാണ് അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ രൂപത്തിലേക്കാണ് നമ്മളത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ രൂപത്തിലാണ് അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു
സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണോ ആ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ സമ്മറൈസ് ചെയ്തിട്ടുള്ള റെക്കോർഡിനെ, രേഖനെ അല്ലെങ്കിൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായി പറയുന്നത്? അപ്പോൾ എന്താണ് അക്കൗണ്ട്? അക്കൗണ്ട് എന്ന് പറയുന്നത് സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ സമ്മറൈസ്ഡ് റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് അല്ലേ, അതിനെ ലഘൂകരിക്കുക, ചുരുക്കുക, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അത് അക്കൗണ്ടിൻ്റെ രൂപത്തിലാണ്, അക്കൗണ്ട് ആയിട്ടാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുക. മനസ്സിലായി പറഞ്ഞേ? നമ്മൾ ഈ അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാം. 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാം. ഒന്ന് ഓൾഡ്, പഴയ ക്ലാസിഫിക്കേഷനാണ്. പഴയ രീതിയിൽ നമ്മൾ അക്കൗണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പഴയ രീതിയിൽ നമ്മൾ അക്കൗണ്ടിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? 3 രീതിയിലാണ്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. 2 റിയൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. 3 നോമിനൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടുകളെ നമുക്ക് അല്ലേ 2 രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഓൾഡ് ഉണ്ട്, ന്യൂ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മോഡേൺ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മോഡേൺ അപ്രോച്ച് ഉണ്ട്. മോഡേൺ എന്ന് പറഞ്ഞാൽ എന്താ, പുതിയതിന്. അപ്പോൾ നമുക്ക് ആദ്യം ഓൾഡ് പറയാം. സാധാരണ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിലൊന്നും അല്ലേ ഇതുപോലത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നില്ല. മുന്നാണ് ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ തുടർന്ന് വരുന്ന പഠനങ്ങളിലൊക്കെ, ഇപ്പോൾ സെക്കൻഡ് ഇയറിലായാലും നിങ്ങൾ ബികോമിന് പഠിക്കുമ്പോഴായാലും ഈ ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ അക്കൗണ്ടുകളെ കുറിച്ച് നമ്മൾ അറിയണം. അതുകൊണ്ട് മാത്രം ഞാനിവിടെ അത് ഡിസ്കസ് ചെയ്യുന്നു. മനസ്സിലായി പറയുന്നത് അല്ലേ? അപ്പോൾ ഓൾഡ് അല്ലെങ്കിൽ പഴയ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പോൾ എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു പേഴ്സൺസ് കേട്ടോ, റിലേറ്റഡ് ടു പേഴ്സൺസ്, റിലേറ്റഡ് ടു പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. വ്യക്തികളുടെ അക്കൗണ്ട്, പേഴ്സൺസിൻ്റെ അക്കൗണ്ടാണ് നമ്മളിത് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം രാജുവിൻ്റെ അക്കൗണ്ട്, മോഹൻ്റെ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഏതാ, പേഴ്സണലാണ്. മനസ്സിലായേ? ഒരു ബിസിനസ് സ്ഥാപനമാവുമ്പോൾ ആ ബിസിനസ് സ്ഥാപനം കുറേ പേർക്ക് പൈസ കൊടുക്കാനുണ്ടാവും, കുറേ പേരിൽ നിന്ന് പൈസ കിട്ടാനുണ്ടാവും അല്ലേ. അപ്പോൾ ഇവരൊക്കെ ആരാ, വ്യക്തികളാണ്, പേഴ്സൺസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, ആരിൽ നിന്നൊക്കെ പൈസ കിട്ടാനുണ്ട് അല്ലേ. ഇവരെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞ പൈസ അല്ല പഠിച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ് ഡെറ്റേഴ്സ്, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവരൊക്കെ ആരാ, പേഴ്സൺസ് ആണ്. ഇവരുടെ അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, റിലേറ്റഡ് ടു പേഴ്സൺസ് ഓൺലി, പേഴ്സൺസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട വ്യക്തികളുടെ മാത്രം അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ രാജുവിൻ്റെ അക്കൗണ്ട്, മോഹൻ്റെ അക്കൗണ്ട് അല്ലേ, സച്ചിൻ്റെ അക്കൗണ്ട്, ഇതൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, പേഴ്സണൽ അക്കൗണ്ടായിട്ട് പറയാം. ഇനി അടുത്ത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് അക്കൗണ്ട്, അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് അക്കൗണ്ട്. അസറ്റുകളുടെയും പ്രോപ്പർട്ടീസിൻ്റെ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എത്ര അസറ്റുകളുണ്ട് ഇത് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കണം. ഇത് രേഖപ്പെടുത്തി വയ്ക്കുന്നത് ഏത് അക്കൗണ്ട് പ്രകാരം, റിയൽ അക്കൗണ്ട് പ്രകാരമാണ്. ഇപ്പോൾ അസറ്റ് നമുക്കറിയാം, ലാൻഡ് ഒരു അസറ്റാണ്, ബിൽഡിംഗ് ഒരു അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ലാൻഡ് ഉണ്ട്, അത് ലാൻഡ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തി വയ്ക്കുക. എത്ര രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, അത് ഫർണിച്ചർ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തി വയ്ക്കുക. എത്ര രൂപയുടെ മെഷീനറി ഉണ്ട്, അത് മെഷീനറി അക്കൗണ്ടിലാണ് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, അസറ്റുകളാണ്. അപ്പോൾ ഈ അസറ്റുകളുടെ അക്കൗണ്ടിനെ പറയുന്ന പേരാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ അക്കൗണ്ട് മീൻസ് എന്താർത്ഥം, അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റുകളും പ്രോപ്പർട്ടീസും ഇതിൻ്റെ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ലാൻഡ് റിയൽ അക്കൗണ്ടാണ്, ക്യാഷ് റിയൽ അക്കൗണ്ടാണ്, കാരണം ക്യാഷ് അസറ്റാണ്. മനസ്സിലായി പോലെ മെഷീനറി റിയൽ അക്കൗണ്ടാണ് അല്ലേ, കാരണം മെഷീനറി എന്താണ്, അസറ്റാണ്. പറഞ്ഞ മനസ്സിലാവുണ്ട് അല്ലേ. അപ്പം എന്താ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് അക്കൗണ്ട്, അസറ്റുകളുടെയും പ്രോപ്പർട്ടീസിൻ്റെ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്.
ഇനി അടുത്ത് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ്, ഗെയിൻ ആൻഡ് പ്രോഫിറ്റ്സ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസുകളുടെ, ലോസുകളുടെ, ഇൻകത്തിൻ്റെ, ഗെയിൻ്റെ, പ്രോഫിറ്റിൻ്റെ അക്കൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവുകളാണ്. ലോസസ് എന്ന് പറഞ്ഞാലോ നഷ്ടങ്ങളാണ്, അല്ലേ? ഇൻകംസ് എന്ന് പറഞ്ഞാലോ വരുമാനം, ഗെയിൻ എന്ന് പറഞ്ഞാലോ നേട്ടം, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ ലാഭം. അപ്പൊ എക്സ്പെൻസ് എന്ന് പറയുന്നത് ചെലവുകൾ, അല്ലേ? ലോസസ് നഷ്ടങ്ങൾ, അല്ലേ? ഇൻകംസ് വരുമാനം, ഗെയിൻ നേട്ടം, പ്രോഫിറ്റ് ലാഭം. ഇതിൻ്റെ ഒക്കെ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനുണ്ടാകുന്ന എക്സ്പെൻസുകൾ ഉണ്ട്, ഇൻകംസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ലോസുകൾ ഉണ്ട്. ഇതൊക്കെ ഒരു ബിസിനസ് സ്ഥാപനം റെക്കോർഡ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? നോമിനൽ അക്കൗണ്ടിലാണ്. അപ്പോൾ നമുക്കറിയാം സ്ഥാപനത്തിലെ ജോലിക്കാർക്ക് സാലറി കൊടുത്തു, അല്ലേ? സാലറി പെയ്ഡ് ടു എംപ്ലോയീസ് നമ്മൾ എന്ത് കൊടുത്തു? സാലറി കൊടുത്തു. നമുക്കറിയാം എംപ്ലോയീസിന് സാലറി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ്, അല്ലേ? അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നോമിനൽ അക്കൗണ്ടിലാണ്. ഇൻട്രസ്റ്റ് കിട്ടാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇൻകമാന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? ഇൻട്രസ്റ്റ് കിട്ടും നമ്മളെ സംബന്ധിച്ച് എന്താ? ഇൻകമാണ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? നോമിനൽ അക്കൗണ്ടിലാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനുണ്ടാകുന്ന എക്സ്പെൻസുകൾ, ലോസുകൾ, ഇൻകംസ്, ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ്, ഇതിൻ്റെ ഒക്കെ അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായി പറയുന്നത്? അങ്ങനെ നമ്മൾ പറയുന്നത്, അല്ലേ, പഴയ അല്ലെങ്കിൽ പ്രാചീന പഴയ രീതി അനുസരിച്ച് കൊണ്ട് നമ്മൾ അക്കൗണ്ടുകളെ 3 ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ? പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. എന്താ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? പേഴ്സണൽ അക്കൗണ്ട് മീൻസ് റിലേറ്റഡ് ടു പേഴ്സൺസ് ഓൺലി. വ്യക്തികളുമായി മാത്രം ബന്ധപ്പെട്ട അക്കൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. വ്യക്തികളുടെ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ രാജുവിൻ്റെ അക്കൗണ്ട്, മോഹൻ്റെ അക്കൗണ്ട്, സച്ചിൻ്റെ അക്കൗണ്ട്, അതൊക്കെ ഏതാ? പേഴ്സണൽ അക്കൗണ്ടാണ്. മനസ്സിലായി പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് അക്കൗണ്ട്, അല്ലേ? അസറ്റുകളുടെയും പ്രോപ്പർട്ടീസിന്റെ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റുകളും പ്രോപ്പർട്ടീസും ബിസിനസ് സ്ഥാപനം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് റിയൽ അക്കൗണ്ടിലാണ്, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് പ്രകാരമാണ്. മനസ്സിലായി പറഞ്ഞു. മൂന്നാമത് പറയുന്നത് എന്താ? നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസുകളുടെ, ലോസുകളുടെ, ഇൻകത്തിന്റെ, ഗെയിൻസിന്റെ, പ്രോഫിറ്റിന്റെ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ, ലോസസ് നഷ്ടങ്ങൾ, ഇൻകംസ് വരുമാനം, ഗെയിൻ നേട്ടം, പ്രോഫിറ്റ്സ് ലാഭം, അല്ലേ? ഇതെല്ലാതും രേഖപ്പെടുത്തി വെക്കുന്ന അക്കൗണ്ടാണ് ഏത്? നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. ഇനി മോഡേൺ ക്ലാസിഫിക്കേഷൻ, അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് എന്താ? മോഡേൺ ക്ലാസിഫിക്കേഷൻ ആണ്. അല്ലേ? മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, അല്ലേ? എന്താണ് മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? നമ്മൾ പുതിയ രീതി അനുസരിച്ച് കൊണ്ട്, അല്ലെങ്കിൽ മോഡേൺ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ അക്കൗണ്ടുകളെ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പറയുന്നത് അസറ്റ്സ്. 2 ലൈബിലിറ്റീസ്. 3 ക്യാപിറ്റൽ. 4 എക്സ്പെൻസസ്. 5 ഇൻകംസ്. ഇങ്ങനെ 5 അക്കൗണ്ടുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? അസറ്റ്സ്, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, ഇൻകം എന്ന് പറഞ്ഞു. അസറ്റുകളുടെ അക്കൗണ്ട്, ലൈബിലിറ്റിയുടെ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, എക്സ്പെൻസിന്റെ അക്കൗണ്ട്, അതുപോലെ തന്നെ ഇൻകംസ് അക്കൗണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ 5 അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ, ഒരു സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ 5 അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടാവും.
ഏതൊക്കെയാണ്? അസറ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ലൈബിലിറ്റീസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അതുപോലെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, എക്സ്പെൻസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അതുപോലെ ഇൻകംസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ 5 അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസേ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അതാണ് ഈ 5 ക്ലാസിഫിക്കേഷൻ കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ മോഡേൺ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് മനസ്സിലായി പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് അമേരിക്കൻ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണെന്ന് പറയണം കേട്ടാ. അമേരിക്കൻ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അനുസരിച്ച് കൊണ്ട് നമ്മൾ അക്കൗണ്ടുകളെ 5 ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. 5. ഏതൊക്കെയാ? അസറ്റുകളുടെ അക്കൗണ്ട്, ലയബിലിറ്റിയുടെ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻകത്തിന്റെ അക്കൗണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസിന്റെ അക്കൗണ്ട്. ഇങ്ങനെ 5 അക്കൗണ്ടുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. മോഡേൺ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ടുള്ള 5 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, ഈ ക്ലാസിഫിക്കേഷൻസ്. അപ്പൊ എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത് അല്ലെ? അക്കൗണ്ട് എന്താന്ന് പറഞ്ഞു. എന്താ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് അക്കൗണ്ട് അല്ലെ. ബിസിനസ് ട്രാൻസാക്ഷനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന ട്രാൻസാക്ഷൻസ് അല്ലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണത്. അപ്പം അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ആ മനസ്സിലാകുന്ന രൂപത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റാണ്. അതാണ് അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റാണ്. അങ്ങനെ അക്കൗണ്ടിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അക്കൗണ്ടുകളായിട്ടാണ് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ഏതിലാ? അക്കൗണ്ടുകളിലാണ് എന്നാണ് അർത്ഥം. അപ്പൊ സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് അക്കൗണ്ട്. നമ്മൾ ഈ അക്കൗണ്ടിനെ 2 ക്ലാസിഫൈ ചെയ്തു അല്ലേ. 2 ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതായത് ഒന്ന് ഓൾഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മറ്റൊന്ന് മോഡേൺ പുതിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ പഴയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ അക്കൗണ്ടുകൾ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ? പേഴ്സണൽ അക്കൗണ്ട്. എന്താ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു പേഴ്സൺസ് ആണ്, പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ്. രണ്ടാമത്തെ എന്താ? റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റുകളുടെയും പ്രോപ്പർട്ടീസിന്റെ അക്കൗണ്ട് ആണ് റിയൽ അക്കൗണ്ട് അല്ലേ. 3 നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസുകളുടെയും ലോസുകളുടെയും ഇൻകത്തിന്റെയും ഗെയിൻസിന്റെയും പ്രോഫിറ്റിന്റെ അക്കൗണ്ട് ആണ് നോമിനൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ. ഇനി മോഡേൺ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. മോഡേൺ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ അക്കൗണ്ടുകളെ 5 ക്ലാസിഫൈ ചെയ്തു. 1 അസറ്റ്സ്, 2 ലയബിലിറ്റീസ്, 3 ക്യാപിറ്റൽ, 4 എക്സ്പെൻസ്, 5 ഇൻകംസ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ. അപ്പൊ ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് മോഡേൺ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ടുള്ളത് നമുക്ക്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം ഇവിടെ നമ്മൾ അക്കൗണ്ടുകളെ നമുക്ക് 5 ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അസറ്റ്, അതുപോലെ തന്നെ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകംസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടുകളെല്ലാതും അല്ലെങ്കിൽ ഈ അക്കൗണ്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം. പക്ഷെ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ചില റൂളുകൾ ഉണ്ട് നമുക്ക്. ആ റൂൾസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നത്? അപ്പോൾ നമുക്ക് തോന്നിയ പോലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അസറ്റ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ അസറ്റുകൾക്ക് ഒരു റൂളുണ്ട്. ലയബിലിറ്റിയുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ലയബിലിറ്റിക്ക് റൂളുണ്ട്. അതുപോലെ ക്യാപിറ്റലിന് റൂളുണ്ട്, എക്സ്പെൻസിന് റൂളുണ്ട്, ഇൻകത്തിന് റൂളുണ്ട്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ റൂളുകളെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയാം. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റിൻ്റെയും അതുപോലെ തന്നെ ക്രെഡിറ്റിൻ്റെയും റൂളാണ്. മനസ്സിലാവുക? റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മളിവിടെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻക്രീസിനെയും അതുപോലെ തന്നെ ഡിക്രീസിനെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഇൻക്രീസിനെയും ഡിക്രീസിനെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? അത് അക്കൗണ്ടുകളുടെ നേച്ചർ അനുസരിച്ച് കൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കും.
മനസ്സിലായി? അക്കൗണ്ടുകളുടെ നാച്ചർ അനുസരിച്ച് കൊണ്ട് ഇൻക്രീസും ഡിക്രീസും അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഏതിനെയാ? ഇൻക്രീസിനെയും ഡിക്രീസിനെയാണ്. മനസ്സിലായി? അപ്പോൾ അത് പ്രകാരം നമുക്ക് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അസറ്റിന്റെ കേസിലാണ്. അസറ്റിന്റെ റൂൾ ഓഫ് അസറ്റ് വേണം പറയാം നമുക്ക്. അസറ്റിന്റെ കേസിൽ പറയുന്നത് ഇങ്ങനെയാണ്: അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്. അതുപോലെ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. ഇങ്ങനെ പറയുന്നു. അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. അസറ്റിന്റെ റൂൾ എങ്ങനെയാണ്? എന്താ അസറ്റ് റൂൾ പറയണേ അല്ലെ? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴോ ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ഇത് റൂൾ ഓഫ് അസറ്റ് ആയിട്ട് നമുക്ക് പറയാം. അസറ്റിന്റെ റൂൾ ഇതായിട്ട് പറയാം. എന്താ അസറ്റ് റൂൾ? അപ്പോ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ് ആണ്. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പൊ ഞാൻ പറയുന്നത് ബോട്ട് ബിൽഡിംഗ് റുപ്പീസ് 50,000. എന്താ പറഞ്ഞിരിക്കുന്നത്? ബോട്ട് ബിൽഡിംഗ് റുപ്പീസ് 50,000 രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു. ആര് വാങ്ങിച്ചു? ബിസിനസ് സ്ഥാപനം, ബിസിനസ്സുകാരനാണ് വാങ്ങിച്ചത്. അപ്പൊ നമുക്കറിയാം ഇത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ബോട്ട് ബിൽഡിംഗ് റുപ്പീസ് 50,000 എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് വാങ്ങിക്കുന്നത് ആരാ? ബിസിനസ് സ്ഥാപനമാണ്. നമ്മൾ സ്ഥാപനത്തെ കുറിച്ചല്ല പഠിക്കുന്നത് അല്ലേ? അപ്പോ ഇത് ബിസിനസ്സുകാരൻ ചെയ്ത പ്രവൃത്തിയാണ്. ബിസിനസ്സുകാരൻ ചെയ്ത പ്രവൃത്തിനെ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്നല്ല പറയാ നമ്മൾ. അതെ. ഇനി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടാവും അല്ലേ? എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടാവും. അപ്പോൾ ഈ ബിസിനസ് ട്രാൻസാക്ഷനിലെ 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ് നോക്കണം നമ്മൾ. ഏതൊക്കെയാണ് 2 ആസ്പെക്റ്റുകൾ നോക്കണം. നമുക്കറിയാലോ, ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബിൽഡിംഗ് കിട്ടി. നമ്മൾ വാങ്ങിച്ച ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിൽഡിംഗ് കിട്ടി. അപ്പൊ ഇതിലെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ്. ഒരു ആസ്പെക്ട് ബിൽഡിംഗ് ആണ് അല്ലേ? ഒരു ആസ്പെക്ട് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് നമ്മൾ വാങ്ങിച്ച എത്രയാ? 50,000 രൂപയ്ക്ക് നമ്മൾ ബിൽഡിംഗ് വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോയത്? 50,000 രൂപ ക്യാഷ് പോയി. ബിൽഡിംഗ് 50,000 രൂപയ്ക്കല്ല വാങ്ങിച്ചേ. അപ്പൊ എന്താ നമ്മുടെ കയ്യിൽ നിന്ന് പോയത്? 50,000 രൂപ ക്യാഷ് പോയി. അപ്പൊ അടുത്ത ആസ്പെക്ട് ഏതാ? ക്യാഷ് ആണ്. അടുത്ത ആസ്പെക്ട് ക്യാഷ്. അപ്പൊ ഇതിൽ 2 ആസ്പെക്റ്റുകൾ നമ്മൾ തിരിച്ചു. ഈ ബിൽഡിംഗ് അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറഞ്ഞ 2 ആസ്പെക്ട് ഉണ്ട്. ഇനി ഇതിൽ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടായിരിക്കും. ഒന്ന് റിസീവിംഗ് ആണ്, മറ്റത് ഗിവിംഗ് ആണ്. റിസീവിംഗ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്, ഗിവിംഗ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറയുമ്പോൾ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും 2 ആസ്പെക്ട് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, മറ്റൊന്ന് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവുക. അത് ഇവിടെ നമ്മൾ അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ട് നോക്കണം. ശ്രദ്ധിക്കുക നിങ്ങൾ നല്ലപോലെ. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റാണ്. അപ്പൊ നമ്മൾ അസറ്റ് എന്ന് എഴുതിയാൽ ബിൽഡിംഗ് അസറ്റ് അല്ലേ? അസറ്റ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കേണ്ടത് അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ നോക്കാം. അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ട് ബിൽഡിംഗ് ആയ അസറ്റ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ നോക്കണം. നമ്മൾ ബിൽഡിംഗ് വാങ്ങിക്കല്ലേ ചെയ്ത്? അതെ. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് കിട്ടാണ് ചെയ്തത്. നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് കൂടി എന്നല്ല അർത്ഥം, ബിൽഡിംഗ് ഇൻക്രീസ് ചെയ്തു എന്നല്ല അർത്ഥം. അപ്പോൾ അസറ്റ് അവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തു. നമ്മൾ അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ട് അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ് എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ബിൽഡിംഗ് അസറ്റ് ആണ്. ആ ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ ബിൽഡിംഗ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അങ്ങനെ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബിൽഡിംഗ് ആണ് ഡെബിറ്റ് ആസ്പെക്ട്.
ബിൽഡിംഗ് ആണ് ഡെബിറ്റ് ആസ്പെക്ട്. ഇനി അടുത്ത് നോക്കി നിങ്ങൾ ക്യാഷും അസറ്റ് തന്നെയാണ് നമുക്കറിയാം അല്ലേ. ക്യാഷ് അസറ്റാണ്. നമ്മൾ ബിൽഡിംഗ് വാങ്ങിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ ക്യാഷ് പോയി അല്ലേ. ബിൽഡിംഗ് വാങ്ങിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ ക്യാഷ് പോയി. അപ്പം എൻ്റെ കയ്യിലെ ക്യാഷ് കുറയല്ലേ ചെയ്തത് അല്ലേ. എൻ്റെ കയ്യിലെ ക്യാഷ് അവിടെ കുറഞ്ഞു. അപ്പോൾ അസറ്റ് അവിടെ എന്ത് സംഭവിച്ചു? ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഞാൻ എഴുതി അസറ്റ് ഡിക്രീസസ്. അസറ്റ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഡിക്രീസസ്. അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ട് അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ അസറ്റ് ഡിക്രീസ് അല്ലേ ചെയ്തേ. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു തരണം. അപ്പോൾ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ ബിൽഡിംഗ് ആണ് ഡെബിറ്റ് അല്ലേ, ക്യാഷ് ആണ് ക്രെഡിറ്റ്. അതായത് ഡെബിറ്റ് ആസ്പെക്ട് ബിൽഡിങ്ങും ക്രെഡിറ്റ് ആസ്പെക്ട് ഏതും വന്നു? ക്യാഷും വന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കുക നിങ്ങൾ. ബോട്ട് ബിൽഡിംഗ് റുപ്പീസ് 50,000 രൂപയ്ക്ക് നമ്മൾ ബിൽഡിംഗ് വാങ്ങിച്ചു. ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. കാരണം ബിൽഡിംഗ് വാങ്ങിച്ചത് ആരാ? ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരൻ ചെയ്ത പ്രവർത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ബിസിനസ് ട്രാൻസാക്ഷൻ എന്നാണ് പറയാം അല്ലേ. യെസ്. അപ്പോൾ ഇതിലത്തെ 2 ആസ്പെക്റ്റുകൾ നമ്മൾ തിരിക്കണം നിങ്ങൾ ആദ്യം അല്ലേ. ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടിയത് എന്താ? ബിൽഡിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ ഒരു ആസ്പെക്ട് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് വാങ്ങിച്ചപ്പോൾ എന്ത് പോയി? ക്യാഷ് പോയി. അപ്പോൾ അടുത്ത ആസ്പെക്ട് ഏതാ? ക്യാഷാണ്. ഇനി ഇതിൽ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തു ബിൽഡിംഗ് എന്താണ്? അസറ്റാണ് അല്ലെ. ബിൽഡിംഗ് അസറ്റ് അല്ലേ പഠിച്ചതാണ്. അപ്പം നമ്മൾ അസറ്റിൻ്റെ റൂൾ അനുസരിച്ച് കൊണ്ട് ഞാൻ നോക്കണം കേട്ടോ. അസറ്റിൻ്റെ റൂൾ അനുസരിച്ച് കൊണ്ട് അല്ലേ ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ നോക്കണം. ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ ബിൽഡിംഗ് കൂടല്ലേ ചെയ്യാൻ അല്ലേ. ബിൽഡിംഗ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അസറ്റ് എന്ത് ചെയ്തു? അവിടെ ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം എന്താ? അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ട് അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ് എന്നാണ്. അടുത്ത ആസ്പെക്ട് ഏതാ? ക്യാഷ് ആണ്. ബിൽഡിംഗ് വാങ്ങിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ക്യാഷ് അസറ്റ് ആണ് അല്ലേ. ക്യാഷ് പോവല്ലേ ചെയ്ത്. അപ്പോൾ ക്യാഷ് എന്ത് ചെയ്തു? അവിടെ ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ ഈ എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തൊരു എക്സാമ്പിൾ നോക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ പറയും ഞാൻ. സോൾഡ് ഫർണിച്ചർ റുപ്പീസ് 10,000 ഫർണിച്ചർ വിറ്റു. 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വിറ്റു. ഇതും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിലത്തെ 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം അല്ലേ. ഫർണിച്ചർ വിറ്റാൽ 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. നമ്മൾ വിൽക്കല്ലേ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. അപ്പോൾ ഇതിലെ ഒരു ആസ്പെക്ട് ഏതാ വരിക? ക്യാഷാണ് വരിക. ഒരു ആസ്പെക്ട് ക്യാഷാണ്. ഈ ഫർണിച്ചർ വിറ്റപ്പോൾ നമ്മുടെ ഇത് എന്ത് പോയി? ഫർണിച്ചർ പോയി. ഫർണിച്ചർ വിറ്റാൽ സ്ഥാപനത്തിൽ നിന്ന് ഫർണിച്ചർ പോയി. അപ്പോൾ അടുത്ത ആസ്പെക്ട് ഏതാ? ഫർണിച്ചർ ആണ്. അടുത്ത ആസ്പെക്ട് ഫർണിച്ചർ. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നോക്കിയത് നിങ്ങൾ. ക്യാഷ് നമുക്കറിയാം അസറ്റാണ്. ക്യാഷ് അസറ്റ്. അപ്പോൾ അസറ്റ് എന്ന് എഴുതി ഞാൻ കേട്ടാ. ഇനി ഫർണിച്ചർ വിറ്റപ്പോൾ ക്യാഷ് കിട്ടാണ് ചെയ്തത്. അപ്പോൾ ക്യാഷ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ക്യാഷ് കൂടി അല്ലേ. അസറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻക്രീസസ്. മനസ്സിലായി? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ആണ്. അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്. റൂൾ അങ്ങനെയല്ലേ. അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ് ആണ്. അടുത്ത ആസ്പെക്ട് നോക്കി നിങ്ങൾ. ഫർണിച്ചർ ആണ്. നമുക്കറിയാം ഫർണിച്ചർ എന്ത് തന്നെയാണ്? അസറ്റ് ആണ്. പക്ഷെ നമ്മൾ ഫർണിച്ചർ വിറ്റപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ഫർണിച്ചർ പോയി. അപ്പോൾ അസറ്റ് കുറയല്ലേ ചെയ്ത്. എൻ്റെ കയ്യിൽ അസറ്റ് പോവാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ അസറ്റ് അവിടെ കുറഞ്ഞു. അപ്പോൾ അസറ്റ് എന്ത് ചെയ്തു? അവിടെ ഡിക്രീസ് ചെയ്തു. ഡിക്രീസസ് അല്ലേ. ഡിക്രീസസ്. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് അസറ്റ് റൂള്. അപ്പോൾ അസറ്റ് റൂൾ അനുസരിച്ച് കൊണ്ട് അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ആ ട്രാൻസാക്ഷനിൽ അല്ലേ സോൾഡ് ഫർണിച്ചർ റുപ്പീസ് 10,000 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് ആസ്പെക്ട് ക്യാഷും ക്രെഡിറ്റ് ആസ്പെക്ട് ഫർണിച്ചറും വരും. മനസ്സിലായ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അസറ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അസറ്റിന്റെ റൂൾ അനുസരിച്ച് കൊണ്ടാണ് ചെയ്തത്. ഇതുപോലെ നമ്മൾ ഓരോ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് പഠിക്കണം. അതാത് അക്കൗണ്ടിന്റെ റൂൾ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്
എടാ നല്ലപോലെ പഠിക്കണം കേട്ടാ. പച്ചവെള്ളം പോലെ ഏത് പാതിരാത്രിക്ക് വിളിച്ചു ചോദിച്ചാലും അറിയത്തക്ക രീതിയിൽ പഠിക്കണം നിങ്ങളിത്. അസറ്റ് റൂൾ ഇടാ. എന്താ അസറ്റ് റൂള്? അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ് ഇടാ. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞ 2 എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അസറ്റ് വാങ്ങിച്ചതിൻ്റെയും ഒന്ന് അസറ്റ് വിറ്റതിൻ്റെയും. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടാ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.